ചെയ്യാൻ പോകുന്ന വീഡിയോ കൺട്രോൾ സിസ്റ്റത്തിനകത്ത് റെസ്പോൺസ് ഓഫ് ദ സെക്കൻഡ് ഓർഡർ സിസ്റ്റം ഫോർ അണ്ടർഡാംഡ് സിസ്റ്റം ആണ്. റെസ്പോൺസ് ഓഫ് അണ്ടർഡാംഡ് സിസ്റ്റം ഫോർ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട്. അപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 ആവും. അന്നേരം ആർ ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1/s ആവുക അല്ലേ. ഫസ്റ്റ് നമുക്ക് വേണ്ടത് എന്താണ്? നമ്മുടെ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ട്രാൻസ് ഫംഗ്ഷൻ സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ്. സെക്കൻഡ് ടൈം റെസ്പോൺസിൻ്റെ ഫസ്റ്റ് ഡെറിവേഷൻ എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ് ഈസ് ഈക്വൽ ടു ഒമേഗ എൻ സ്ക്വയർഡ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ അല്ലേ. ഒമേഗ എൻ സ്ക്വയർ ഫോർ അണ്ടർഡാംഡ് സിസ്റ്റം ദ വാല്യൂ ഓഫ് സീറ്റ ലൈസ് ഇൻ ബിറ്റ്വീൻ എന്താണ്? ലൈസ് ഇൻ ബിറ്റ്വീൻ 0 to 1. 0ക്കും 1നും ഇടയ്ക്കാണ് അണ്ടർഡാംഡ് സിസ്റ്റത്തിൽ സീറ്റയുടെ വാല്യൂ. സോ നമുക്കിവിടെ ഒന്നും തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ബിഫോർ ദാറ്റ് നമ്മൾ ആദ്യം ചെയ്യുന്നത് ആർ ഓഫ് എസ് എന്നുള്ള സ്റ്റെപ്പ് ഇൻപുട്ടിൻ്റെ റെസ്പോൺസ് കൊടുക്കും അല്ലേ. അപ്പോൾ സി ഓഫ് എസ് എന്നുള്ള ഇക്വേഷൻ ചേഞ്ചസ് ടു സി ഓഫ് എസ് ഇസ് ഈക്വൽ ടു ആർ ഓഫ് എസ് ഇൻടു ഒമേഗ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ s square plus 2 theta omega ns plus omega n squared, right? Omega n squared. For unit step input r of t is equal to 1, therefore taking the Laplace transform r of s is equal to 1/s, right? r of s is equal to 1/s. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ 1/sനെ സി ഓഫ് എസിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. Therefore c of s is equal to 1/s into omega n square divided by s square plus 2 theta omega ns plus omega n squared. Omega ns plus omega n squared. That is 1/s into omega n square divided by denominator term നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ എന്തിലേക്കാണ് കൊണ്ടുവരേണ്ടത്? സി ഓഫ് ടി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ മക്കളെ. സി ഓഫ് ടി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ സി ഓഫ് എസ് തന്നിട്ടുണ്ട്. അതിൻ്റെ സി ഓഫ് ടി കണ്ടുപിടിക്കാൻ വേണ്ടി പൊതുവേ നമ്മൾ എന്താ ചെയ്യുക? ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കണം. ഇവിടെ നിന്ന് നമുക്ക് അങ്ങനെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കണം. ദാറ്റ് ഇസ് സി ഓഫ് എസ്. ആദ്യം സ്പ്ലിറ്റ് ചെയ്ത് റൂട്ട്സ് കണ്ടുപിടിക്കണ്ടേ? അതിന് പാർഷ്യൽ എ ബൈ 1/s ആയതുകൊണ്ട് അതിന് എ ബൈ എസ് എന്ന് കൊടുക്കാം. എ ബൈ എസ് പ്ലസ് ഡിനോമിനേറ്റർ എന്താ കിടക്കുന്നത്? ഒരു പോളിനോമിയലാണ് കിടക്കുന്നത്. എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ എന്നുള്ള പോളിനോമിയലാണ് കിടക്കുന്നത്. പോളിനോമിയൽ വന്നാൽ നിങ്ങൾ +2 മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ. ഇപ്പം ബിടെക് മാത്സിലും ഉണ്ടത്. പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻ്റഗ്രേഷൻ എന്തോ കാൽക്കുലസ് എന്തോ പഠിക്കുന്നിടത്തൊക്കെ ഉണ്ട്. പോളിനോമിയൽ ഡിനോമിനേറ്ററിൽ കിടന്നാൽ ന്യൂമറേറ്റർ സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെ കൊടുക്കണം? BS + C എന്ന് കൊടുക്കണം അല്ലേ. BS + C divided by s square plus 2 theta omega ns plus omega n squared. Omega n squared. ഇതുവരെ കിട്ടിയോ? ഇനി അടുത്ത് എ കണ്ടുപിടിക്കാൻ മിസ് പറഞ്ഞിരുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി സി ഓഫ് എസ് ഇൻറ്റു എയുടെ ഡിനോമിനേറ്ററിനെ. വേർ സി ഓഫ് എസ് എന്ന് പറയുന്ന ദ മെയിൻ ഫംഗ്ഷൻ, അതായത് ഇത് 1/s ഇൻറ്റു ഈ സാധനം കൊടുക്കുക. എന്നിട്ട് ഡിനോമിനേറ്റർ വരുന്ന ടേമിനെ 10 × 0 ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്താൽ മതി. ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാം. സോ എയുടെ വാല്യൂ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. എ ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു സി ഓഫ് എസ് അല്ലേ. എസ് ഇൻറ്റു സി ഓഫ് എസ്, റൈറ്റ്. ഇവിടെ നിന്ന് എസ് ഇൻറ്റു സി ഓഫ് എസ് എന്ന് പറയുന്ന എഗെയിൻ എന്ത് കൊടുക്കണം? ഒമേഗ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഈ ഫുൾ ഫംഗ്ഷൻ കൊടുക്കുവാണേ. എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർഡ് അറ്റ് എന്ത് കൊടുക്കണം? ഈ എസും എസും ക്യാൻസൽ ചെയ്തു. എന്നിട്ട് എസ് ടെൻസ് ടു 0 അല്ലേ. എസ് ഇസ് ഈക്വൽ ടു 0. എസ് ഇസ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും ക്യാൻസൽ ചെയ്തിട്ട് ബാക്കിയുള്ള എസിന് നമ്മൾ എന്ത് കൊടുത്താൽ മതി? 0 കൊടുത്താൽ മതി. നോക്കിക്കോ. എ ഈസ് ഈക്വൽ ടു ഒമേഗ എൻ സ്ക്വയർ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ അറ്റ് എസ് ഇസ് ഈക്വൽ ടു 0 അല്ലേ. എസ് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതിന് നമ്മൾ എസ് കൊടുക്കും, ഇവിടുത്തെ എസിന് നമ്മൾ 0 കൊടുക്കും. ആ രണ്ട് എസിനും 0 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒമേഗ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഒമേഗ എൻ സ്ക്വയർ വിച്ച് ഇസ് 1. So the value of A is equal to 1. ഇനി നെക്സ്റ്റ് വൺ is BS + C എന്നൊരു സാധനം ഉണ്ട്. ബിക്കോസ് നമ്മൾ സി ഓഫ് എസ് എക്സ്പാൻഡ് ചെയ്തത് ഒമേഗ എൻ സ്ക്വയർ എ ബൈ എസ് പ്ലസ് BS + C divided by
എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ ആണോ? ഇതിൽ ഇപ്പം എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ മിസ് ശരിക്കുള്ള സി ഓഫ് എസ് എടുത്ത് ഇവിടെ ഇക്വേറ്റ് ചെയ്യും. അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ തന്നെ എയും ബിയും അല്ലാണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒമേഗ എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ which is equal to a by s plus bs plus c divided by s square plus 2 theta omega ns plus omega n square. ഇങ്ങനെ കിട്ടിയോ? ഇനി ഇതിനകത്ത് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ എന്താ ആർ എച്ച് എസ് എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയറും ആവും. ന്യൂമറേറ്റർ വരുന്നത് ന്യൂമറേറ്റർ മാത്രമാണ് എഴുതാൻ പോകുന്നത് എ ഇൻറ്റു ക്രോസ് ചെയ്യുക അല്ലേ, എൽ സി എം ചെയ്താൽ മതി നിങ്ങൾ 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ പ്ലസ് ബി എസ് പ്ലസ് സി ഇൻറ്റു എസ് ഈ എസ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്താണോ ആ സാധനം അത് തന്നെ ഇവിടെ ഡിനോമിനേറ്റർ വരും. എസ് ഇൻറ്റു എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ വരും. ഡിനോമിനേറ്റർ ഞാൻ റെപ്രസെൻ്റ് ചെയ്തിട്ടില്ല. രണ്ട് ഡിനോമിനേറ്ററും ഈക്വൽ ആയതുകൊണ്ട് വി ക്യാൻ ക്യാൻസൽ ദിസ് അല്ലേ. രണ്ടിൻ്റെ ഡിനോമിനേറ്റർ ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോൾ പിന്നെ കിട്ടുന്ന ന്യൂമറേറ്റർ ടേംസ് മാത്രമാണ്. അതിൽ ന്യൂമറേറ്റർ ഇങ്ങനെ കിട്ടും ഒമേഗ എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു എയുടെ വാല്യൂ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ നിങ്ങൾ ഇങ്ങനെ തന്നെ കൊടുത്തോ, എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്ട് എങ്ങനെ വേണോ ചെയ്തോ 2a സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് എ ഇൻറ്റു ഒമേഗ എൻ സ്ക്വയർ പ്ലസ് ബി എസ് സ്ക്വയർ പ്ലസ് ബി എസ് സ്ക്വയർ പ്ലസ് സി എസ്. ഇങ്ങനെ കിട്ടിയോ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇക്വേറ്റിംഗ് ദ സ്ക്വയർ ടേംസ് ആൻഡ് ഇക്വേറ്റിംഗ് ദ എസ് ടേം. എസിൻ്റെ സ്ക്വയർ ടേംസും എസ് ടേംസും എസിന് സീറോസും കൊടുത്തിട്ട് വാല്യൂസ് ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഓൾറെഡി എ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ബിയും സിയും മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ 2 കോൺസ്റ്റന്റ് മാത്രം കിട്ടിയാൽ മതി. അതിനുവേണ്ടി നമ്മൾ നോക്കുമ്പോൾ ബിയുടെ കൂടെയുള്ള കോവിഷ്യൻ്റ് എസ് സ്ക്വയർ ആണ് ആൻഡ് സിയുടെ കൂടെയുള്ള കോവിഷ്യൻ്റ് എസ് ആണ്. സോ നമ്മൾ ഇക്വേറ്റിംഗ് ദ എസ് സ്ക്വയർ ടേംസ് ആൻഡ് ഇക്വേറ്റിംഗ് ദ എസ് ടേംസ്. അങ്ങനെ രണ്ട് സൈഡിൽ നിന്നും റൈറ്റും ലെഫ്റ്റും ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വാല്യൂസ് ബിയും സിയും കിട്ടും. ലെറ്റ്സ് ചെക്ക്. നോക്കിക്കോ ഇക്വേറ്റിംഗ് എസ് സ്ക്വയർ ടേംസ്. ഇതിനകത്ത് എസ് സ്ക്വയർ ടേംസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഒമേഗ എൻ സ്ക്വയറിൽ എസ് ഇല്ലാത്തതുകൊണ്ട് 0. ദെൻ എ എസ് സ്ക്വയർ എ ഉണ്ടല്ലേ, എസ് സ്ക്വയർ ഉണ്ട് പ്ലസ് എസ് സ്ക്വയർ വരുന്നത് എസ് സ്ക്വയർ ആണ് പ്ലസ് ബി. 0 is equal to a plus b, that is a is equal to minus b. Where a യുടെ വാല്യൂ 1 ആയത് 1 is equal to minus b, that is b is equal to minus 1. അപ്പോൾ ബിയുടെ വാല്യൂ നമുക്ക് കിട്ടി -1 എന്ന് കിട്ടി. ഇനി അടുത്ത് എന്താ ചെയ്യാനുള്ളത്? ഇക്വേറ്റിംഗ് ദ എസ് ടേംസ് അല്ലേ, ഇക്വേറ്റിംഗ് എസ് ടേംസ്. എസ് ടേംസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇവിടെയും 0, എഗെയിൻ എൽ എച്ച് എസ് 0 ആണ്, എസ് ടേംസ് ഇല്ല. പിന്നെ ഇവിടെ എസ് വരുന്നത് 2a സീറ്റ ഒമേഗ എൻ എസ് ഉണ്ട് അതിനകത്ത് പ്ലസ് എയുടെ വാല്യൂ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക പ്ലസ് സി അല്ലേ. അപ്പോൾ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എയുടെ വാല്യൂ 1 ആയിട്ട് 2 × 1 സീറ്റ ഒമേഗ എൻ പ്ലസ് സി, ദാറ്റ് ഇസ് സി ഈസ് ഈക്വൽ ടു -2 സീറ്റ ഒമേഗ എൻ. അപ്പോൾ നമുക്കിപ്പോൾ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഇങ്ങോട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. എ ഈസ് ഈക്വൽ ടു 1, ബി ഈസ് ഈക്വൽ ടു -1 ആൻഡ് സി ഈസ് ഈക്വൽ ടു -2 സീറ്റ ഒമേഗ എൻ. ഇതല്ലേ മക്കളെ കിട്ടിയേ? എയും ബിയും സിയും നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് കോൺസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഇനി സി ഓഫ് എസിനെ സ്പ്ലിറ്റ് ചെയ്തതിലേക്ക് നോക്കിക്കോടാ. മിസ് ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് സി ഓഫ് എസ് ഇസ് ഈക്വൽ ടു എയുടെയും ബിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് എഴുതിയത്. 1/s പ്ലസ് ബിയുടെ വാല്യൂ -1 ആയത് -1 × s, ദാറ്റ് ഇസ് -s. സിയുടെ വാല്യൂ -2 സീറ്റ ഒമേഗ എൻ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ. ഐദർ നിങ്ങൾക്ക് ഇവിടെ ഒരു മെത്തേഡ് ചെയ്യാവുന്ന ഈ മൈനസിനെ നെഗറ്റീവിന് ഔട്ട് സൈഡ് എടുക്കാം. ഇത് പ്ലസ് രണ്ടിടത്ത് മൈനസ് ആയതുകൊണ്ട് മൈനസ് എടുത്താൽ യെസ് ഇവിടെ മൈനസ് തന്നെ കിട്ടണം. അപ്പോൾ പ്ലസ് ഒമേഗ എൻ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി ഓഫ് എസ്. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ചെയ്യാവുന്ന അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ഞാൻ പറഞ്ഞ ട്വിസ്റ്റ് ആൻഡ് ടേൺസിൻ്റെ ഫസ്റ്റ് മെത്തേഡ് തുടങ്ങാൻ പോകുന്നത്. ഇവിടെ നമുക്ക് എൽ ഇൻവേഴ്സ് എടുക്കണമെങ്കിൽ 1/sൻ്റെ ലാപ്ലേസ് 1 ആണെന്ന് നമുക്കറിയാം. അങ്ങനെ 1 ആയാൽ ഈ സെക്കൻഡ് ടേം നോക്കുമ്പോൾ എസ് പ്ലസ് 2 സീറ്റ ഒമേഗ എൻ
അപ്പോൾ ഡിനോമിനേറ്ററിലും എന്ത് വേണം? എസ് പ്ലസ് 2 സീറ്റ ഒമേഗ എന്ന് വേണം. എങ്കിൽ മാത്രമേ ലാപ്ലേസ് എടുക്കാൻ പറ്റത്തുള്ളൂ. സൈൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലാപ്ലേസ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഈ ഡിനോമിനേറ്ററിൽ എസ് സ്ക്വയർ ഇതിപ്പോൾ ഞാൻ എ ടേം എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടുത്തെ ഇത് എ ആയേ 2 ഇൻറ്റു എ 2ab എന്നൊരു ഇക്വേഷൻ ഇല്ലേ? എ സ്ക്വയർ, എസിന് എ കൊടുത്താൽ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് വരണമെങ്കിൽ എ എസ് ആണ്, ബി ആയിട്ട് നമ്മൾ അസൈൻ ചെയ്ത് സീറ്റ ഒമേഗ എൻ ആണ്. അങ്ങനെ ബി സ്ക്വയർ കിട്ടണമെങ്കിൽ സീറ്റ സ്ക്വയർ ഒമേഗ എൻ സ്ക്വയർ വേണം അല്ലേ മക്കളെ? സീറ്റ സ്ക്വയർ ഒമേഗ എൻ സ്ക്വയർ വേണം. പക്ഷേ നമുക്കിവിടെ എന്തേ ഉള്ളൂ? ഒമേഗ എൻ സ്ക്വയർ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സീറ്റ സ്ക്വയർ ഒമേഗ എൻ സ്ക്വയർ എന്ന് ഡിനോമിനേറ്ററിലാണ് ആവശ്യമുള്ളത്. എൻ്റെ ഇഷ്ടത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇത് ഇങ്ങനെ തന്നെ റിമൈൻഡ് ചെയ്യും, എന്നാൽ നമ്മൾ ആഡ് ചെയ്യുകയും ചെയ്യും. എങ്ങനെ? ആഡിങ് ആൻഡ് സബ്ട്രാക്റ്റിംഗ് സീറ്റ സ്ക്വയർ ഒമേഗ എൻ സ്ക്വയർ ഇൻ ദ ഡിനോമിനേറ്റർ ഓഫ് ദ സെക്കൻഡ് ടേം. ഈ സെക്കൻഡ് ടേമിൻ്റെ ഡിനോമിനേറ്ററിൽ ഒരു സീറ്റ സ്ക്വയർ ഒമേഗ എൻ സ്ക്വയർ ഞാൻ ആഡ് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യും ചെയ്യും. എന്ന് പറഞ്ഞാൽ -1 + 1 = 0 എന്ന് പറയുന്ന ഇഫക്റ്റ് അല്ലേ? അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ ഞാൻ സീറ്റ സ്ക്വയർ പ്ലസ് സീറ്റ സ്ക്വയർ ഒമേഗ എൻ സ്ക്വയർ മൈനസ് സീറ്റ സ്ക്വയർ ഒമേഗ എൻ സ്ക്വയർ എന്ന് ആഡ് ചെയ്ത് കൊടുത്താലും സബ്ട്രാക്ട് ചെയ്താലും അവിടുത്തെ ഓവറോൾ ഇഫക്റ്റ് 0 ആൻഡ് ആക്ച്വൽ എന്താണോ ഉള്ളത് അത് റിമൈൻഡ് ചെയ്യുകയും ചെയ്യും. അവിടെ നിന്ന് നമുക്ക് എടുക്കാനും പറ്റും, ലാപ്ലേസിലേക്കും പോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് എംപ്ലോയ് ചെയ്യുന്നത്. 1/s മൈനസ് എസ് പ്ലസ് 2 സീറ്റ ഒമേഗ എൻ, ന്യൂമറേറ്റർ ഒന്നും ഒരു വ്യത്യാസവും ഇല്ല, ഡിവൈഡഡ് ബൈ ആ ടേംസും അങ്ങനെ തന്നെ റിമൈൻഡ് ചെയ്യും. എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ പ്ലസ് സീറ്റ സ്ക്വയർ ഒമേഗ എൻ സ്ക്വയർ മൈനസ് സീറ്റ സ്ക്വയർ ഒമേഗ എൻ സ്ക്വയർ പ്ലസ് സീറ്റ സ്ക്വയർ ഒമേഗ എൻ സ്ക്വയർ ആൻഡ് മൈനസ് സീറ്റ സ്ക്വയർ ഒമേഗ എൻ സ്ക്വയർ. ഇനി നിങ്ങൾ നോക്കിക്കേ, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമാറ്റിൽ എടുക്കാനുള്ളതായിട്ടുണ്ട്. എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ സ്ക്വയർ സീറ്റ സ്ക്വയർ ഒമേഗ എൻ സ്ക്വയർ. ഇതിനെ എ പ്ലസ് ബിയിൽ എടുക്കാം. ബാക്കി വരുന്ന ഒമേഗ എൻ സ്ക്വയർ മൈനസ് സീറ്റ സ്ക്വയർ ഒമേഗ എൻ സ്ക്വയറിനെ കോമൺ എടുക്കാം. ഇതിപ്പോൾ എഴുതാം, നോക്കിക്കോ. ഇനി എന്താ ചെയ്യുന്നത് കണ്ടോ? 1/s മൈനസ് എസ് പ്ലസ് 2 സീറ്റ ഒമേഗ എൻ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് സീറ്റ സ്ക്വയർ ഒമേഗ എൻ സ്ക്വയർ. ഞാൻ അറേഞ്ച് ചെയ്തു, എ പ്ലസ് ബി, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഫോമാറ്റിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഒമേഗ എൻ സ്ക്വയർ മൈനസ് സീറ്റ സ്ക്വയർ ഒമേഗ എൻ സ്ക്വയർ. ഓക്കെ, ഇനി ഇതിനെ ഞാൻ സ്പ്ലിറ്റ് മാറ്റി എഴുതുക. ദാറ്റ് ഈസ് 1/s മൈനസ് എസ് പ്ലസ് 2 സീറ്റ ഒമേഗ എൻ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ? ദാറ്റ് ഈസ് എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ദ ഹോൾ സ്ക്വയർ ആണല്ലോ, ദ ഹോൾ സ്ക്വയർ പ്ലസ് എന്ത് ചെയ്യണം? ഒമേഗ എൻ സ്ക്വയർ മൈനസ് സീറ്റ സ്ക്വയർ ഒമേഗ എൻ സ്ക്വയർ. അവിടെ നിന്ന് ഒമേഗ എൻ സ്ക്വയർ കോമൺ എടുത്തൂടെ? അപ്പം ഞാൻ പ്ലസ് ഒമേഗ എൻ സ്ക്വയർ എടുത്താൽ എന്ത് കിട്ടും? 1 മൈനസ് സീറ്റ സ്ക്വയർ എന്ന് കിട്ടും. 1 മൈനസ് സീറ്റ സ്ക്വയർ എന്ന് കിട്ടും. ഇത് ഫോളോ ചെയ്യുന്നുള്ള ആൾക്കാർ നോട്ട്സ് എഴുതി പോണേ. എന്നാൽ ഓസിലേഷൻ, damped frequency of oscillation is defined as omega d is equal to omega n natural frequency omega n into root of 1 minus theta square എന്നാണ് damped frequency of oscillation ഇവിടെ ടൈം റെസ്പോൺസിനകത്ത് ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കൊരു സംഭവം ഇല്ലേ മക്കളെ? ഒമേഗ എൻ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് സീറ്റ സ്ക്വയർ. അത് തന്നെയല്ലേ ഇതിനെ സ്ക്വയർ ചെയ്ത ഇക്വേഷൻ അല്ലേ ഇത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ക്വയർ ചെയ്യുമ്പോൾ ഒമേഗ ഡി സ്ക്വയർ എന്ന് കിട്ടുമല്ലോ. ദാറ്റ് മീൻസ് ദ കംപ്ലീറ്റ് സി ഓഫ് എസ് നമുക്ക് ടെൻസ് ടു ചേഞ്ചസ് ടു 1/s മൈനസ് 2s പ്ലസ് 2 സീറ്റ ഒമേഗ എൻ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ എന്ന് കൊടുത്തല്ലോ. ഒമേഗ ഡി സ്ക്വയർ എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ലാപ്ലേസ് എടുക്കാൻ സി ഓഫ് ടി നോക്കുമ്പോൾ എൽ ഇൻവേഴ്സ് നോക്കുമ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് 1/s is 1 ആൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് ഈ ടേം നോക്കുമ്പോൾ എസ് പ്ലസ് 2 സീറ്റ ഒമേഗ എൻ ഡിവൈഡ് ബൈ എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ ആണ്. വേർസ് എടുക്കാൻ നോക്കിയാൽ ഓക്കെ ആണ്. എസ് പ്ലസ് 2 സീറ്റ ഒമേഗ എൻ ഉണ്ട് ഇവിടെ അല്ലേ?
എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ഡിവൈഡ് ബൈ എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ്റെ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ ആണെങ്കിൽ ഡയറക്റ്റ് നമുക്കിപ്പോൾ എടുക്കായിരുന്നു ഇ റേസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി കോസ് ഒമേഗ ഡി ടി എന്ന് നമുക്ക് എടുക്കായിരുന്നു. പക്ഷേ ഇവിടെ എസ് പ്ലസ് ടു സീറ്റ ഒമേഗ എൻ അല്ലേ, അപ്പോൾ എസ് പ്ലസ് ടു എന്നുള്ള കോൺസ്റ്റന്റ് കിടക്കുന്നത് കൊണ്ട് നമുക്കിവിടെ ലാപ്ലേസ് എടുക്കാൻ പറ്റുമോ, ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അന്നേരം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഉള്ള ന്യൂമറേറ്ററിലുള്ള ഈ ടേമിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. കാരണം എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ പ്ലസ് സീറ്റ ഒമേഗ എൻ, രണ്ട് സീറ്റ ഒമേഗ എൻ ആഡ് ചെയ്യുമ്പോഴാണ് 2 സീറ്റ ഒമേഗ എൻ കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇപ്പോൾ അടുത്ത മിസ് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ സ്പ്ലിറ്റിംഗ്, ദാറ്റ് ഈസ് എസ് 1/s. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ മൈനസ് ആണ്, എന്നിട്ടാണ് അകത്ത് പ്ലസ് ഇട്ടേക്കുന്നത്. സോ സൂക്ഷിച്ചെടുക്കുക. എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ. ഇനി എന്താ വേണ്ട, ഇത് ആക്ച്വലി മൈനസ് അല്ലേ, മൈനസ് സീറ്റ ഒമേഗ എൻ ആയല്ലോ മൾട്ടിപ്ലൈ ചെയ്യുമ്പം, മൈനസ് ഓഫ് സീറ്റ ഒമേഗ എൻ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ. ഇത്രയും കിട്ടിയോ? ഇത്ര എല്ലാവർക്കും കിട്ടിയോ? എഴുതിയെടുത്തില്ലേ നിങ്ങൾ? ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ലാപ്ലേസ് എടുക്കാൻ നോക്കാം. ഇത് എൽ ഇൻവേഴ്സ് എടുക്കുമ്പോൾ ഇവിടെ 1 കിട്ടും, ഇവിടെ ഇ റേസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി കോസ് ഒമേഗ ഡി ടി കിട്ടും. അപ്പോഴും ഇവിടെ സീറ്റ ഒമേഗ എൻ ടി. ഇവിടുത്തെ തേർഡ് ടേമിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ഈ 2 ടേംസിന് ലാപ്ലേസ് എടുത്തു, പക്ഷേ ഈ തേർഡ് ടേമിന് നമുക്ക് ലാപ്ലേസ് കിട്ടത്തില്ല. അങ്ങനെ ലാപ്ലേസ്, കാരണം സീറ്റ ഒമേഗ എൻ ഡിവൈഡ് ബൈ എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ എന്നാണ് കിടക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഒരു ഒമേഗ ഡി കൊണ്ട്, കാരണം ഇവിടെ ഒരു ഒമേഗ ഡി ഉണ്ടെങ്കിൽ എ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, സൈൻ ആണെന്ന് എടുക്കാം. അങ്ങനെ എടുക്കാൻ വേണ്ടി നമ്മളൊരു ഒമേഗ ഡി കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പം നമ്മൾ കാരണം അതിന് 0 ഇഫക്റ്റ് വേണമല്ലോ, അല്ലെങ്കിൽ 1 ആക്കി ഈ സാധനം തന്നെ റിമൈൻ ചെയ്യുകയോ വേണം. എന്നാൽ നമുക്ക് ഒമേഗ ഡിയുടെ ഇഫക്റ്റ് വേണം, കാരണം എന്നാൽ മാത്രമേ നമുക്ക് എന്തെടുക്കാൻ പറ്റുള്ളൂ, ലാപ്ലേസ് എടുക്കാൻ പറ്റത്തുള്ളൂ, ഇൻവേഴ്സ് ലാപ്ലേസ് എടുക്കാൻ പറ്റത്തുള്ളൂ. അതിനു വേണ്ടി മൾട്ടിപ്ലൈയിങ് ആൻഡ് ഡിവൈഡിങ്, ഓക്കെ, മൾട്ടിപ്ലൈയിങ് ആൻഡ് ഡിവൈഡിങ് ബൈ എന്താ, ഒരു ഒമേഗ ഡി. എവിടെ? തേർഡ് ടേമിൽ എഴുതിയിട്ടില്ല. ഒമേഗ ഡി ഇൻ എഴുതാം. തേർഡ് ടേമിൽ കൊടുക്കുമ്പോൾ മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യുകയും ചെയ്താൽ മതി. അന്നേരം നമുക്ക് നോക്കാം എങ്ങനെ വരും. 1/s മൈനസ് എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ മൈനസ് എന്ത് വരും, സീറ്റ ഒമേഗ എൻ ബൈ ഒമേഗ ഡി. ഞാൻ ഡിവൈഡ് ചെയ്തു ഇൻറ്റു ഒമേഗ ഡി. ഓർഡർ കൊടുത്തു, ലാപ്ലേസ് എടുക്കാനുള്ള ഓർഡറിലാണ് ഈ ചെയ്തത്. ഇൻറ്റു ഒമേഗ ഡി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ. ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ മിസ് ഇങ്ങനെ എഴുതിയത്. നോക്കോണേ, ഇവിടെ സീറ്റ ഒമേഗ എൻ ഡിവൈഡ് ബൈ ഒമേഗ ഡി ഇൻറ്റു ഒമേഗ ഡി ഡിവൈഡ് ബൈ എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എൽ ഇൻവേഴ്സ് കഴിഞ്ഞു, പരിപാടി കഴിയാറായി. സബ്സ്റ്റിറ്റ്യൂഷൻ ഏകദേശം ആയിട്ടുണ്ട്. എൽ ഇൻവേഴ്സ് എടുക്കുമ്പോൾ 1ൻ്റെ എൽ ഇൻവേഴ്സ് എന്താ, 1/sൻ്റെ എൽ ഇൻവേഴ്സ് 1 ആണ്. എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ഡിവൈഡ് ബൈ എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി സ്ക്വയറിൻ്റെ എൽ ഇൻവേഴ്സ് ഇ റേസ് ടു മൈനസ് ലാപ്ലേസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, S2 ഇ റേസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ കോസ്. അപ്പോൾ കോസ് ഒമേഗ ഡി ടി. പ്ലസ് അല്ലല്ലോ, മൈനസ് അല്ലായിരുന്നോ? മൈനസ്, എൻ്റെ മിസ്റ്റേക്കാ. മൈനസ് സീറ്റ ഒമേഗ എൻ ഡിവൈഡ് ബൈ ഒമേഗ ഡി മീൻസ് അങ്ങനെ തന്നെ കൊടുത്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡിവൈഡ് ചെയ്യാനൊരു സംഭവമുണ്ട്. ഇൻറ്റു ഒമേഗ ഡി ഡിവൈഡ് ബൈ എസ് പ്ലസ് ഇ റേസ് ടു സീറ്റ എസ് പ്ലസ് സീറ്റ ഒമേഗ എൻ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ ഡി എന്ന് പറയുന്നത് എന്താണ്, സീറ്റ ഒമേഗ എൻ ടി സൈൻ ഒമേഗ ഡി ടി. കാരണം ഒമേഗ ഡി എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ സൈൻ, അപ്പോൾ സൈൻ ഒമേഗ ഡി ടി. ഇവിടം വരെ എത്തിയില്ലേ? ഇവിടം വരെ എത്തി, പകുതി കൂടുതൽ നമ്മൾ കഴിഞ്ഞു. ഇനി സിമ്പിളാ മക്കളെ,
ഒമേഗ എൻ ഇവിടെ ഒരു ഒമേഗ ഡി ഇല്ലേ, നമ്മൾ തൊട്ട് മുന്നേ എഴുതിയൊരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഒമേഗ ഡി ഈസ് ഈക്വൽ ടു ഒമേഗ എൻ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ആണെന്ന്. അങ്ങനെ ഒമേഗ ഡി എന്ന് പറയുന്ന ഒമേഗ എൻ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ആണെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഒമേഗ എൻ ക്യാൻസൽ ചെയ്യാം. ഇനി നോക്കിക്കോ, ദാറ്റ് ഈസ് 1 മൈനസ് ഇ റേസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി ഇൻറ്റു കോസ് ഒമേഗ ഡി ടി മൈനസ് സീറ്റ ഒമേഗ എൻ ഡിവൈഡ് ബൈ ഒമേഗ എൻ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ഡി സൈൻ ഒമേഗ ഡി ടി. ദാറ്റ് ഈസ് ഒമേഗ എന്നും ക്യാൻസൽ ചെയ്തു. അപ്പം നമുക്ക് എന്താ കിട്ടുക? 1 മൈനസ് ഇ റേസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ഡി കോസ് ഒമേഗ ഡി ടി മൈനസ് സീറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ഡി സൈൻ ഒമേഗ ഡി ടി. ഇതിൽ നമുക്ക് എന്തൊക്കെ കോമൺ എടുക്കാൻ നോക്കിയേ? ഇ റേസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി രണ്ട് ടേംസിലും ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ അതിനെ കോമൺ എടുക്കും. ദാറ്റ് ഈസ് 1 മൈനസ് ഇ റേസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ഡി ഇൻറ്റു കോമൺ ആയേ ഇൻറ്റു കോസ് ഒമേഗ ഡി ടി മൈനസ് എന്തുണ്ട് സീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് സീറ്റ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ ഡി ടി ആണോ? ഇനി ഇവിടെ നടുത്ത് ചെയ്യാൻ പോകുന്ന ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയറിനെ ഞാൻ ഇങ്ങോട്ട് കോമൺ എടുക്കും. അങ്ങനെ കോമൺ എടുക്കുമ്പോൾ എന്ത് പറ്റും എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേമിൽ അങ്ങനെ ഒരു ടേം ഇല്ലാത്തത് കൊണ്ട് കോമൺ എടുക്കുമ്പോൾ അതിന് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ 1 മൈനസ് ഇ റേസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ഡി ഡിവൈഡഡ് ബൈ എന്ത് വന്നു? റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ഇൻറ്റു അവിടെ മൾട്ടിപ്ലൈ ചെയ്യുവാണ്, ഈ ടേമിൽ ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് ടേം റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ ഡി ടി മൈനസ് സീറ്റ സൈൻ ഒമേഗ ഡി ടി. സീറ്റ സൈൻ ഒമേഗ ഡി ടി ഇത്രയും കിട്ടിയില്ലേ? ഇവിടം വരെ എഴുതിയിട്ട് നമ്മളൊരു ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ഈ ഇക്വേഷൻ ഒന്ന് ചെറുതാക്കാൻ പോവാണ്. അത് വേറൊന്നുമില്ല, നമ്മൾ അതിനെ പറയുന്ന പേരാണ് സീറ്റ ട്രയാങ്കിൾ. ഓക്കെ, സീറ്റ ട്രയാങ്കിൾ ഇപ്പോൾ സീറ്റയും റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയറും ഒരു തീറ്റ ആംഗിളും ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ടേംസ് കണ്ടുപിടിക്കുന്നതിനെയാണ് സീറ്റ ട്രയാങ്കിൾ എന്ന് പറയുക. ഇപ്പോൾ ഞാനിപ്പോൾ സീറ്റ ട്രയാങ്കിൾ മേക്ക് ചെയ്യാൻ പറയാം. നോക്കിക്കോ, ഞാനിപ്പോൾ ഒരു സീറ്റ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇവിടെയാണ് തീറ്റ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സൈൻ തീറ്റ എന്തെന്ന് പറയാം? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് ഇസ് റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഇസ് 1. അപ്പോൾ അത് 1 ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ സൈൻ തീറ്റ എന്ന് കിട്ടി. ഇനി കോസ് തീറ്റ എന്താ? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഈസ് സീറ്റ ബൈ 1 ഇസ് ഈക്വൽ ടു സീറ്റ ആണല്ലോ. ഇനി നിങ്ങൾ ഇവിടെ നോക്കിക്കോ മക്കളെ, ഒരു റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയറും ഉണ്ട്, സെക്കൻഡ് ടേമിൽ ഒരു സീറ്റയും ഉണ്ടല്ലേ. ഈ റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയറിനെ നമുക്ക് സൈൻ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? ആൻഡ് ഇവിടെ നമുക്ക് സീറ്റയ്ക്ക് നമുക്ക് സീറ്റ മാത്രം ഉള്ളതിന് നമുക്ക് കോസ് തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ചേഞ്ചസ് ടു 1 മൈനസ് ഇ റേസ് ടു മൈനസ് സീറ്റ ഒമേഗ എൻ ടി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ. ഒരു കാര്യം, ഇവിടെ മൈനസ് കോമൺ എടുത്തത് കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന സെക്കൻഡ് ടേം പോസിറ്റീവ് ആകും. ഓക്കെ, മൈനസ് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പഴയ മൈനസ് ടേം തന്നെ നെഗറ്റീവ് ടേം തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മൈനസ് കോമൺ എടുത്തപ്പോൾ ഇവിടെ പ്ലസ് വന്നു കേട്ടോ. റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സീറ്റ സ്ക്വയർ എന്താ? സൈൻ തീറ്റ. സൈൻ തീറ്റ കോസ് ഒമേഗ ഡി ടി കോസ് ഒമേഗ ഡി ടി പ്ലസ് സീറ്റ എന്താ? കോസ് തീറ്റ. കോസ് തീറ്റ സൈൻ ഒമേഗ ഡി ടി. സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി അല്ലേ? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി.
sin a cos b plus cos a sin b എന്താ sin a plus b. അങ്ങനെയാണെങ്കിൽ sin theta into cos omega dt plus cos theta into sin omega dt നെ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു ഓർഡറിൽ ഞാനിപ്പോൾ അങ്ങ് എഴുതുമോ? 1 minus e raised to minus theta omega nt divided by root of 1 minus theta square into sin a plus b. a എന്ന് പറയുന്ന തീറ്റയും b എന്ന് പറയുന്ന ഒമേഗ ഡി ടിയും. സോ ഞാനിപ്പോൾ ഇതിനെ ഒമേഗ ഡി ടി പ്ലസ് തീറ്റ എന്ന് എഴുതാം. ആദ്യമേ തീറ്റ അല്ല, ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ, അതിൽ കാര്യമൊന്നുമില്ല. 1 minus e raised to minus theta omega nt divided by root of 1 minus theta square into sin omega dt plus theta. This is the response of the system, underdamped system, for unit step input. Unit step input input r of t എന്ന് പറയുന്ന 1 input കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അണ്ടർഡാംഡ് സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ്, അണ്ടർഡാംഡ് സിസ്റ്റത്തിൻ്റെ റെസ്പോൺസസ് 1 minus e raised to minus theta omega nt divide by root of 1 minus theta square into sin omega dt plus theta എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ റെസ്പോൺസും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചിടാം. ഡാമ്പിങ് അല്ലേ മക്കളെ? ഇങ്ങനെ റെസ്പോൺസ് പോവും. ഓക്കെ, ഇങ്ങനെ. ഇത് സി ഓഫ് ടി ആണ്, 1 ആണ് അവിടെ, യൂണിറ്റി ഫീഡ്ബാക്ക് ആയതുകൊണ്ട്, യൂണിറ്റി റെസ്പോൺസ് ആയതുകൊണ്ട്. സോ ഇങ്ങനെ റെസ്പോൺസ് പോവും. ഇതാണ് അണ്ടർഡാംഡ് സിസ്റ്റം. സോ ഇത് അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. ഞാൻ അർച്ചന, ഞാൻ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഫാക്കൽറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതാണ്. എൻ്റെ വാട്സാപ്പ് നമ്പർ ഗ്രൂപ്പിൽ കൊടുത്തേക്കാം. പിന്നെ എൻ്റെ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യണം. ദെൻ താങ്ക് യു.